പലതരത്തിലുള്ള രസം നമ്മൾ തയ്യാറാക്കാറുണ്ട്. ഇനി നമുക്ക് ഉടുപ്പി സ്റ്റൈലിൽ രസം തയ്യാറാക്കാം. നല്ല ടേസ്റ്റിയും സിമ്പിളാണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടുള്ളൂ കേട്ടോ. അപ്പം വേഗം ഉടുപ്പി സ്റ്റൈലിൽ ഈ ഒരു രസം എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. Hey guys, it's me Soumya. Welcome to Isha Spicy Tasty World. ഉടുപ്പി സ്റ്റൈലിലെ രസം തയ്യാറാക്കാനായിട്ട് കുക്കറിൽ 1/2 കപ്പ് സാമ്പാർ പരിപ്പെടുത്ത് നന്നായിട്ട് വാഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഒരു മീഡിയം സൈസുള്ള പഴുത്ത തക്കാളിക്ക നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ക്യൂബ്സ് ആക്കി കട്ട് ചെയ്ത് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് ലിഡിറ്റ് ക്ലോസ് ചെയ്ത് ഒരു 2 വിസിൽ വരുന്നിടം വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ ജീരകം, ഒരു 2 വത്തലമുളക് എടുത്തിട്ടുണ്ട്. ഞാൻ കാശ്മീരി ചില്ലിയാണ് എടുത്തേക്കുന്നത്. കൂട്ടത്തിൽ 1 ടേബിൾ സ്പൂൺ കുരുമുളകും 1 ടേബിൾ സ്പൂൺ മല്ലിക്കൊത്തും 2 ടേബിൾ സ്പൂൺ നാളികേരയും കൂടെ ചിരകിയതാണ്. അതും കൂടെ ചേർത്ത് നമുക്കൊരു കടായി എടുക്കാം. കടായിലോട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ നാളികേരം വത്തലമുളകും എല്ലാം കൂടെ ചേർത്ത് ഒരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നിടം വരെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. നല്ല ആ ഒരു ഫ്ലേവർ വരുന്നിടം വരെ ഒരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നിടം വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തോളൂ കേട്ടോ. അപ്പോൾ ഇതാ നോക്കിക്കോളൂ, ഏകദേശം നന്നായിട്ടൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ വകയെല്ലാം നമ്മുടെ ഒരു മിക്സി ജാറിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഒന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ. അത് നമുക്ക് മിക്സി ജാറിലോട്ടൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 2 to 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റാക്കി നമുക്ക് അരച്ചെടുക്കാം. ഞാൻ പേസ്റ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു കടായിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലൊന്ന് ചൂടാക്കിയതിന് ശേഷം അതിലോട്ട് 8 to 10 വെളുത്തുള്ളി ചതച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കൂട്ടത്തിൽ ഒരു 2 പച്ചമുളകും ഒരു തണ്ട് കരിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊരു ലൈറ്റ് ഗോൾഡ് ഷെയ്ഡ് ആവുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ ഏകദേശം നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു വലിയ തക്കാളിക്ക, നല്ല പഴുത്ത തക്കാളിക്കാണ് എടുത്തിരിക്കുന്നത്, അതും കൂടെ ആഡ് ചെയ്ത് അതും കൂടെ ഒന്ന് കുക്കായി വരുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് ആവശ്യമനുസരിച്ച് ഉപ്പും കൂടെ ചേർത്തുള്ളൂ കേട്ടോ. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തോളൂ കേട്ടോ. ഇനി ഈ വകയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ഉടച്ച് തന്നെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. തക്കാളി ഒന്ന് ഉടങ്ങി കുക്കായി വന്നതിന് ശേഷം നമ്മൾ കുറച്ച് മുന്നേ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പ് നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കൂട്ടത്തിൽ ആ ഒരു മിക്സി ജാറിലോട്ട് കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് അതൊന്ന് ആ മിക്സി ജാർ ഒന്ന് റിൻസ് ചെയ്ത് അതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി നമ്മൾ വെള്ളത്തിൽ ഞാൻ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വെള്ളം നന്നായിട്ട് പുളിയെല്ലാം പിഴിഞ്ഞ് വെള്ളം ഞാൻ ഇതിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പുളി നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ചേർത്തോളൂ. തക്കാളിക്കയുടെ പുളിയും അതനുസരിച്ച് ചേർത്തോളൂ കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആ വകയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊരു ബോയിൽ വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നോക്കിക്കോളൂ, നന്നായിട്ടൊരു ബോയിൽ വന്നിട്ടുണ്ട്. നല്ലൊരു ബോയിൽ ഇതുപോലെ വന്നതിന് ശേഷം നമ്മൾ കുറച്ച് മുന്നേ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പരിപ്പ് തക്കാളിക്ക എല്ലാം നന്നായിട്ട് വെന്തുടങ്ങി വന്നിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് വെള്ളവും കൂടെ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഞാൻ കുക്കറിൽ കുറച്ച് ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നന്നായിട്ട് നമ്മുടെ ഒരു രസം ഇവിടെ നന്നായിട്ട് ബോയിലായി വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ടൊരു തിള വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ഒരു തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് താളിച്ചെടുക്കാം. അതിനായിട്ട് നമുക്കൊരു കടായി അടുപ്പത്ത് വെച്ച് കൊടുത്ത് 1 ടേബിൾ സ്പൂൺ നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ചേർത്ത് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം 1 ടീസ്പൂൺ ജീരകം 1 ടീസ്പൂൺ കടുകും ഒന്ന് പൊട്ടി വരുന്നിടം വരെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. ശേഷം നമുക്കിതിലോട്ട് ഒരു വത്തലമുളക് ഞുറുക്കിയിട്ട് അതും കൂടെ ആഡ് ചെയ്ത് കുറച്ച് കരിവേപ്പിലയും കൂടെ നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു കടുകും ആ ഒരു വത്തലമുളകും കരിവേപ്പിലയും എല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു താളിച്ചത് നമുക്ക് ഈ ഒരു തിളച്ച് വന്ന രസത്തിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കൊരു സർവിങ് ബൗളിലോട്ട് സർവ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇതുപോലെ സർവ് ചെയ്ത് കൊടുത്തതിന് ശേഷം മേലെ കൂടെ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഒന്ന് ചോപ്പ് ചെയ്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉടുപ്പി സ്റ്റൈലിൽ നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. സൂപ്പർ ടേസ്റ്റിയാണ്, വളരെ വെറൈറ്റി ഒരു ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ, ഫോളോ ആൻഡ് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.